അപ്പൊ അത്തരത്തിൽ ഇവരുടെ പല ആളുകളെ കൊണ്ട്, ഇപ്പൊ പി സി ജോർജിനെ കൊണ്ട്, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട്, മറ്റു പല ആളുകളെ കൊണ്ട്, ഇപ്പൊ NR മധുവിനെ കൊണ്ട്, ശശികലയെ കൊണ്ട്, അതുപോലെ തന്നെ മറ്റേ ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിനെ കൊണ്ട്, ഇത്തരം ആളുകളെ കൊണ്ടെല്ലാം പലതും പറയിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നടന്നു പോകുന്നതാണ്. അപ്പൊ ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നടന്നു പോകുന്ന പ്ലാനുകളിൽ ഇടക്കുണ്ടാകുന്ന ഒരു ഇതുപോലെ ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധം, അത് ഡിഫ്യൂസ് ചെയ്യപ്പെട്ട ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടതിന്റെ സങ്കടത്തിൽ നേരെ ഒറ്റടിക്ക് എന്ത് ചെയ്യാണ്, കാന്തപുരത്തെ കുറ്റം പറയാണ്. ഇതേ കാര്യം തന്നെയാണ് വേടന്റെ കാര്യത്തിൽ. വേടനെ മറ്റേ NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസിന് പോയത് മിനി കൃഷ്ണകുമാറാണ്. പരാതി കൊടുത്തത് മിനി കൃഷ്ണകുമാറാണ്. നമുക്കറിയാലോ വേടന്റെ കേസിൽ NR മധു എന്ന് പറയുന്ന അദ്ദേഹമാണ് കുണ്ട്രയിൽ നിന്നിട്ട് വലിയ പ്രസംഗം നടത്തിയത്. ഇദ്ദേഹം ജാതി ഭീകരവാദിയാണ് എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തിയ കഥയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ എതിരെ വരുന്ന അവരുടെ ആയുധങ്ങളെയും അവരുടെ പദ്ധതികളെയും തകർക്കാൻ വരുന്ന ആളുകളായിട്ടാണ് ഈ പറയുന്ന വേടനെയും കാന്തപുരത്തേക്ക് കാണുന്നത്. അതുകൊണ്ടാണ് കാന്തപുരത്തെ ഇപ്പോൾ ഇവർ വലിയ തോതിൽ വിമർശിക്കുന്നത്.